ദൂരമായിരുന്ന ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അദൃശ്യനായ ദൈവം തന്റെ ദൂതഗണവുമായി തന്റെ അനുഗ്രഹത്തിന്റെ പെട്ടകവുമായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നതോർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉണ്ടായിരുന്നു. അനുഗ്രഹിതമായ ഒരു സാക്ഷ്യം നാം കേട്ടുകൊണ്ടേയിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്നവർ അടുത്തും അകലെയുമായിരുന്ന് ശബ്ദം ശ്രവിക്കുന്ന ഏവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനത്തിൽ കൂടെ ന്യായപ്രമാണ യുഗത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ മോശയുടെ വാക്കിനെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. തന്റെ സഹപ്രവർത്തകനും സഹശുശ്രൂഷകനും തന്റെ സഹോദരനുമായിരുന്ന അഹരോന്റെ മരണത്തിങ്കൽ മരുഭൂമിയിൽ മോശ ദൈവസിംഹാസനത്തെ നോക്കി മനുഷ്യവർഗത്തിന് സംഭവിച്ചു പോയതെന്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. വീണ്ടും ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ ആ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. 90-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മോശ പറയുകയാണ്, നിന്റെ കോപത്താൽ ഞങ്ങൾ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഞങ്ങൾ ഭ്രമിച്ചു പോകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവകോപം മനുഷ്യന്റെ മേൽ തട്ടിയാൽ അവന്റെ അവസ്ഥ എന്തായി തീരും, സൃഷ്ടികളിൽ ഉന്നതനായ മനുഷ്യൻ എന്താണ് ഭവിച്ചത്, ദൈവകോപം കൊണ്ട് അവൻ ക്ഷയിച്ചും ദൈവക്രോധം കൊണ്ട് അവൻ ഭ്രമിച്ചും ഭൂമിയിലെ പുല്ലുപോലെ അവൻ ക്ഷയിച്ച് അരിഞ്ഞ് വാടിപ്പോകുന്നു. ദൈവകോപമേറ്റ് മനസ്സാക്ഷിയുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും ദൈവ സന്നിധിയിൽ നശിച്ചു പോയവരെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവ കോപത്തിന്റെ 2-ാം ഘട്ടമാണ്. സർവശക്തനായ ദൈവം മനുഷ്യനോട് കോപിക്കുന്നു. അവന്റെ ക്രിയകളാൽ, മനുഷ്യന്റെ പാപത്താൽ വിശുദ്ധനായ ദൈവത്തിന്റെ ക്രോധവും കോപവും മനുഷ്യന്റെ മേൽ ജ്വലിച്ച് മനുഷ്യൻ നശിക്കുന്നു. എന്നാൽ ദൈവ കോപത്തിന്റെ 2-ാം ഘട്ടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം ദയ കൊണ്ട് നിറഞ്ഞു നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ തന്റെ ദയ കൊണ്ട് നിലനിർത്തിയിരിക്കുന്ന ഭൂമിയുടെ മേൽ ദൈവ ക്രോധാഗ്നി പതിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ആ ഭാഗത്തേക്ക് കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ യുഗത്തിന്റെ അന്ത്യത്തിങ്കൽ സംഭവിക്കേണ്ടത്, അഥവാ കൃപായുഗം കഴിഞ്ഞ് ഭൂമിയുടെ മേൽ ദൈവ ന്യായവിധി തുടങ്ങുമ്പോൾ സംഭവിക്കേണ്ട സംഭവം വർഷങ്ങൾക്ക് മുൻപ് തിരുവെഴുത്തിന്റെ എഴുത്തുകാരനായ യോഹന്നാൻ പറയുകയാണ്. അന്ന് ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മഹത്തുക്കളുമായവർ മലകളോടും കുന്നുകളോടും പാറകളോടും, നിങ്ങൾ ഞങ്ങളെ മൂടിക്കളവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാൻ കഴിയാതെ അവന്റെ ക്രോധ ദിവസത്തിങ്കൽ അവന്റെ മുൻപാകെ നിൽപ്പാൻ ആർക്ക് കഴിയുമെന്ന് രാജാക്കന്മാരും ഭൂമിയിലെ പ്രഭുക്കന്മാരും ലോകത്തിലെ മഹാന്മാരും ചോദിക്കുന്ന ചോദ്യം, AD 90-നും 96-നും ഇടയിൽ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാനോട് പരിശുദ്ധാത്മാവ് നൽകുന്ന തിരുവെഴുത്തുകളെ തൻ ആത്മാവിൽ എഴുതി ഈ അവസാന നിമിഷത്തിൽ ഗ്രഹിപ്പാൻ ദൈവം നമുക്കും ഭാഗ്യം തന്നിരിക്കുന്നു. ആ വേദഭാഗം ഒന്ന് വായിച്ചാട്ട്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസന
ദിവസം വന്നിരിക്കുന്നുവല്ലോ. ആർക്ക് നിൽപ്പാൻ ആർക്ക് ആ കോപദിനത്തിങ്കൽ നിൽക്കാം? ഇത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതല്ല. നീ അധികം വൈകാതെ ഭൂമിയുടെ മേൽ സംഭവിപ്പാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് നാം ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിച്ചാൽ മനുഷ്യനാകെ വ്യാകുലനായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യനൊരു ഭാഗത്തെ ശാസ്ത്രീയമായി പുരോഗതിയുടെ അറുതിയിലേക്ക് എത്തിയിരിക്കുന്നു. അവന്റെ ശാസ്ത്രീയ പുരോഗമനം ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യവർഗം നേടിയെടുത്ത വിജ്ഞാനവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യവർഗത്തിനുണ്ടായ പുരോഗതിയും മനുഷ്യനെ വളരെ ശ്രേഷ്ഠനാക്കി തീർത്തു. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ അറിവ് അവനെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനുഷ്യന്റെ ഭക്ഷണം, മനുഷ്യന്റെ പാർപ്പിടം, മനുഷ്യന്റെ വസ്ത്രധാരണമൊക്കെ ഓരോ ദിവസം കഴിയുന്നതിന് ഏറ്റവണ്ണം പുരോഗമിച്ച് മനുഷ്യൻ പുരോഗതിയുടെ ഒരു അറുതിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു ഭാഗത്ത് മനുഷ്യൻ ശാസ്ത്രീയമായി പുരോഗമിച്ച് ലോകത്തിൽ ഉന്നതനാണെന്ന് അഭിമാനിക്കുമ്പോൾ, മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ച് വളരെ ആഴത്തിലേക്ക് മുങ്ങിത്താഴുകയാണ്. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി പരക്കം പായുകയാണ്. ലോകം ഒരു വലിയ നാശത്തിലേക്ക് കുതിക്കുന്നു. ലോകത്തിൽ ആരും സുരക്ഷിതരല്ല. ലോകത്തിലെ ഒരു രാജ്യങ്ങളും രാജ്യത്തിലെ ജനതകളും അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർ ആരും തന്നെ സുരക്ഷിതരല്ല. മനുഷ്യന്റെ അറിവിനോ അവന്റെ പുരോഗമനങ്ങൾക്കോ അല്ലെങ്കിൽ അവൻ കണ്ടെത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും തന്നെ ലോകത്തിൽ മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ സാധ്യമല്ല. ഒരു ഭാഗത്തെ മനുഷ്യൻ പുരോഗമിച്ചെന്ന് അഭിമാനിച്ചാൽ ആത്മീയമായും ധാർമ്മികമായും മനുഷ്യൻ അധപ്പതിച്ചിട്ട് നശിച്ചു പോകുന്ന മൃഗതുല്യരായി, സ്വസ്നേഹികളായി, കരുണ കൂടാതെ പ്രാകൃതരായി, മൃഗതുല്യരായി ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വൻ ശക്തികളെ തന്നെ നാം നോക്കിയാൽ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുവാൻ അവർ ആയുധപ്പുരകൾ കൂട്ടി അവസരം കാത്തു നിൽക്കുന്നു. എല്ലാറ്റിലുപരി മനുഷ്യന്റെ അറിവ് തന്നെ അവൻ ഇന്ന് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. മനുഷ്യന്റെ അറിവിൽ കൂടെ അവൻ കണ്ടെത്തിയ ആക്രമിക്ക ആയുധങ്ങൾ ഇന്ന് മനുഷ്യനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു. ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 154 പ്രാവശ്യം ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ചുട്ടരിപ്പാൻ ശേഷിയുള്ള കൂറ്റൻ ആക്രമിക്ക ആയുധങ്ങളാണ് വൻ രാഷ്ട്രങ്ങളിൽ ഇരിക്കുന്നത്. അതിലുപരി മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച് മനുഷ്യൻ ഒരു വിധത്തിലും സഹായിപ്പാൻ കഴിയാത്തവണ്ണമുള്ള മാറാ രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അതിലുപരി ലോകത്തിൽ സമാധാനം വേണ്ട, സമാധാനം വേണം, യുദ്ധം വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനപ്രിയരായി പലരും ലോകത്തിന്റെ തീനാളങ്ങളെ കെട്ടി തല്ലി അമർത്തി കെടുത്താൻ ശ്രമിക്കുമ്പോൾ ലോകത്തിൽ കൂണുപോലെ ഭീകര സംഘടനകൾ തലയെടുത്തു വരികയാണ്. മനുഷ്യന്റെ പ്ലാനുകളെയും അവന്റെ പദ്ധതികളെയും ആകെ തകിടം മറിക്കുന്ന പ്രകൃതിയുടെ ക്ഷോഭത്തിന്റെ മുൻപിൽ മനുഷ്യൻ അന്താളിച്ചു നിൽക്കുന്നു. ആരും ഭൂമിയിൽ സുരക്ഷിതരല്ല. ആരും ഭൂമിയിൽ സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയുന്നില്ല. ഓരോ ദിവസത്തെ വാർത്താ മാധ്യമങ്ങളിൽ മനുഷ്യന്റെ കാതുകൾ കേൾക്കുന്ന ശബ്ദം മനുഷ്യനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് പോവുകയാണ്. ലോകത്തിലാരും സുരക്ഷിതരല്ല. മനുഷ്യന്റെ അറിവിനോ അവന്റെ ശാസ്ത്രീയ പുരോഗമനങ്ങൾക്കോ ഒന്നും തന്നെ പ്രകൃതി ക്ഷോഭത്തെ പിടിച്ചൊതുക്കുവാൻ കഴിയുന്നില്ല. തല ഉയർത്തി അടിച്ച് അട്ടഹസിച്ച് കയറുന്ന വലിയ സുനാമി തിരമാലകൾ, ഇതുപോലെ കൂറ്റൻ കൊടുങ്കാറ്റുകൾ, ശക്തിയാർജിച്ച് സംഹാരമൂർത്തിയെ പോലെ കയറി വരുന്ന വലിയ ജലപ്രളയങ്ങൾ, ഇവയുടെ എല്ലാം മുൻപിൽ വൻ രാഷ്ട്രങ്ങൾ അന്താളിച്ചു നിൽക്കുന്നു. ലോകം വ്യാകുലപ്പെട്ട് വിറയ്ക്കുകയാണ്. മനുഷ്യൻ വ്യാകുലപ്പെട്ട് വിറയ്ക്കുകയാണ്. ഭൂമിയിൽ ആരും സുരക്ഷിതരല്ല. ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് ഉദിക്കുന്നു. കടിഞ്ഞാൻ പറഞ്ഞ് ശത്രുപാളയത്തിലേക്ക് ഓടിയെടുക്കുന്ന ഒരു കുതിരയെ പോലെ ലക്ഷ്യം നഷ്ടപ്പെട്ട് ആർക്കും നിയന്ത്രിപ്പാൻ കഴിയാത്തവണ്ണം പാപവും പ്രാകൃതവും പെരുകി ദൈവ
ദൈവസിംഹാസനത്തിൽ നിന്ന് ന്യായവിധിയുടെ നിമിഷങ്ങൾ ഭൂമിയുടെ മേൽ വരുമാറ് ഏറ്റവും ഹീനമായൊരവസ്ഥയിലേക്ക് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ആരും സുരക്ഷിതരല്ല. സമാധാന വാഞ്ചികൾ സമാധാനത്തിനു വേണ്ടി പരക്കം പായുകയാണ്. വലിയ രാഷ്ട്രങ്ങളല്ല, ചെറിയ രാഷ്ട്രങ്ങളിലും അയൽരാജ്യമായ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ അത് ഇസ്ലാമിക രാഷ്ട്രമാണ്, ഒരേ മതം തന്നെയാണ്. പക്ഷേ ജാതിയോട് എതിർക്കുന്നു. അയൽരാജ്യമായ സിലോണിലേക്ക് നോക്കിക്കാട്ട് എത്രയോ വർഷങ്ങളായി സിംഹളരും തമിഴരും തമ്മിൽ അടിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ഹീനമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. വൻ രാഷ്ട്രമായ അമേരിക്കയിലും യൂറോപ്പിലും പേർഷ്യൻ നാടുകളിലൊക്കെ നോക്കിക്കാട്ട് ലോകമാകെ പുകഞ്ഞു നിൽക്കുകയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും വ്യാകുലപ്പെട്ട ഒരു ഹൃദയത്തോടെ ഇരിക്കുന്നു. ലോകത്തിൽ എന്താണ് ഭവിപ്പാൻ പോകുന്നത്? എന്നാൽ വിശുദ്ധ ബൈബിൾ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു, ദൈവക്രോധത്തിന്റെ അഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന കാലം ഏറ്റവും അധികം അടുത്തുപോയി. ഇത് തിരുവെഴുത്തിൽ യാദൃശ്യമായി എഴുതിയിട്ടുള്ള ഒരു വേദഭാഗമല്ല. മനസാക്ഷികത്തിലും ന്യായപ്രമാണികത്തിലും ജീവിച്ചിരുന്ന പല പിതാക്കന്മാരും ദൂരത്ത് നിന്ന് ഭൂമിയുടെ മേൽ വരുന്ന ന്യായവിധിയെ വളരെ വ്യക്തമായി കണ്ടിരുന്നു. ഇവിടെ ഭക്തനായ യോഹന്നാൻ പറയുന്നു, അന്ന് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, സൈനാധിപന്മാർ, ധനവാന്മാർ, ദരിദ്രന്മാർ, ദാസന്മാർ, സ്വതന്ത്രന്മാർ അവരോടി ഒളിക്കുവാൻ ഇടം തേടിയിട്ട് ആ ഇടം കണ്ടെത്താതെ വരുമ്പോൾ അവർ മലകളോടും പാറകളോടും പറയുകയാണ്, നിങ്ങൾ വന്ന് ഞങ്ങളെ മൂടിക്കളവീൻ, കുഞ്ഞാടിന്റെ കോപ ദിവസം ഭൂമിയുടെ മേൽ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന സമയം ഏറ്റവും അധികം അടുത്തുപോയി. പിതാക്കന്മാരായ പ്രവാചകന്മാർ പലരും ഈ ദിവസത്തെ ദൂരത്ത് നിന്ന് കണ്ടിരുന്നു. യേശു ജനിക്കുന്നതിന് 640 വർഷത്തിനപ്പുറമാണ് യെരൂശലേമിൽ ആമോസ് എന്നൊരു പ്രവാചകൻ ജീവിച്ചിരുന്നത്. പ്രവാചകൻ ഈ ദിനത്തെ ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന ആ ദിനങ്ങളെ നോക്കിക്കൊണ്ട് ഇരുളിന്റെ ദിവസം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദിനം ഇരുൾ നിറഞ്ഞതാണോ? യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, അത് ഇരുട്ടത്രേ. യഹോവയുടെ ഒരു പ്രതികാര ദിവസമുണ്ട്. ദൈവപുത്രനായ മശിഹ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ വരുമ്പോൾ തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ ദൈവ കോപ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരിക്കൽ താൻ യെരൂശലേം ദേവാലയത്തിൽ പോയി തനിക്ക് മുൻപേ 700 വർഷത്തിനപ്പുറം ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവിന്റെ ഒരു ചുരുളെടുത്ത് താൻ വായിക്കുന്ന രംഗം യെശയ്യാ പ്രവചനം 61 നമുക്ക് കാണാം. അന്ന് യേശുവിനെ ലോകത്തിലേക്ക് അയച്ച പിതാവിന്റെ പദ്ധതിയെ ഒന്നൊന്നായി പൗലോസ് അവിടെ യേശു പറയുകയാണ്. അതിലൊരു വാക്ക് പറഞ്ഞു, ദൈവത്തിന്റെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും അറിയിപ്പാനത്തെ എന്റെ പിതാവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ പ്രതികാര ദിവസം എന്നാണ് യേശു ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പ്രവാചകനായ ആമോസിന്റെ വാക്ക് നാം കണ്ടെത്തിയല്ലോ. യഹോവയുടെ ദിവസം അത് ഒരു നാളും വെളിച്ചമല്ല, അത് ഇരുളത്രേ. വീണ്ടും പ്രവാചകനായ മലാഖി അതിനെക്കുറിച്ച് വലുതും ഭയങ്കരവുമായ ഒരു ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വളരെ വിശദമായി നമുക്ക് ചിന്തിച്ചു പോകുവാൻ സമയമില്ല. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ പ്രവാചകനായ മലാഖി പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസമെന്ന് പ്രവാചകനായ മലാഖി പറയുന്നു. ഇനി നമുക്ക് പ്രവാചകനായ ഹബക്കൂക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത് യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടുന്ന ദിനമെന്നാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ യഹോവയുടെ കോപത്താൽ അവൻ ഭൂമിയെ ചവിട്ടിക്കളയുന്ന ഒരു ദിവസം എന്നാണ്. ക്രോധത്തോടെ നീ ഭൂമിയെ ചവിട്ടുന്നു, കോപത്തോടെ ജാതികളെ
മെതിച്ചു കളയുന്നു. ആകിയാൽ യഹോവയുടെ ദിനത്തെ ദൂരത്തിൽ നിന്ന് പലരും കണ്ടിരുന്നു. ഭക്തനായ സെഫന്യാവ് അതിനെക്കുറിച്ച് നല്ല വ്യക്തമായൊരു വിവർത്തനം കൊടുത്തു. സെഫന്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 14 തുടങ്ങിയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ യഹോവയുടെ ദിവസത്തിലെ സംഭവം ഈ പ്രവാചകൻ പറയുന്നു. വായിച്ച യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. അടുത്ത് അത്യന്തം ബന്ധപ്പെടുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, ആ ദിവസം ദൈവത്തിന്റെ കോപ ദിവസമാണ്. കഷ്ടവും സങ്കടവുമുള്ള ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഭൂമിയുടെ മേൽ ശൂന്യതയും നാശവും ചൊരിയുന്ന ദിവസം. മതി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകനായ സെഫന്യാവ് പറയുന്നു, യഹോവയുടെ ദിവസം അത് യഹോവ ഭൂമിയുടെ മേൽ കോപം ചൊരിയുന്ന ദിവസമാണ്. പ്രവാചകനായ ഹബക്കൂക്ക് പറഞ്ഞ് അവൻ കോപത്തോടെ ഈ ഭൂമിയെ, ജാതികളെ ചവിട്ടിക്കളയുന്ന ദിവസം. പ്രവാചകനായ മലാഖി പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന സമയം. ആ സംഭവം ദൂരത്തിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടിട്ട് ഇപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അന്ന് ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മലകളോടും പാറകളോടും കുന്നുകളോടും പറയുന്നു, ഞങ്ങളെ മൂടിക്കളവീൻ, ദൈവസിംഹാസനത്തിലിരിക്കുന്നവന്റെ കോപം ഞങ്ങളുടെ മേൽ തട്ടാതിരിപ്പാൻ ഞങ്ങളെ മറയ്ക്കുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ലോകം ഒരു വലിയ നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാകുലപ്പെട്ട മനസ്സിന്റെ ഉടമയായിട്ടാണ് ഇത് ലോകത്തിൽ പലരും ജീവിക്കുന്നത്. മനുഷ്യന്റെ അധ്വാന ഫലത്താൽ അവൻ ഉണ്ടാക്കിയെടുത്ത മണിമന്ദിരങ്ങൾക്ക്, മനുഷ്യൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അറിവിനോ, ഈ ലോകത്തിൽ അവൻ സമ്പാദിച്ചുണ്ടാക്കി അവൻ അഹങ്കരിച്ച് അഭിമാനിക്കുന്ന ഏതൊന്നിനോ മനുഷ്യന്റെ പ്രാണന് സുരക്ഷിതത്വം നൽകുവാൻ സാധ്യമല്ല. ലോക സംഭവങ്ങൾ തന്നെ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഒരു വലിയ നാശത്തിലേക്ക് പോകുന്നു. ഇത് എവിടെ ചെന്ന് കലാശിക്കുമെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാർ വിളിച്ചു പറയുന്നു, യഹോവയുടെ കോപമുള്ള ദിനത്തിങ്കിലേക്ക്, വലുതും ഭയങ്കരവുമായ ദൈവ കോപാഗ്നിയുടെ ദിനത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്കതിനെ കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം. രാജാക്കന്മാരും പ്രഭുക്കന്മാരും അന്നാളിൽ മലകളോടും പാറകളോടും പറയുന്നത്, ഞങ്ങളെ മൂടിക്കളവീൻ, ദൈവത്തിന്റെ കോപത്തിന്റെ മുൻപിൽ ആർ നിൽക്കും? യഹോവേ, നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടുവെന്നും, നിന്റെ ക്രോധത്താൽ ഞങ്ങൾ ക്ഷയിച്ചു പോയെന്നും, നിന്റെ കോപത്താൽ ഞങ്ങൾ ഭ്രമിച്ചു പോയെന്നും ജീവിതയാത്രയിൽ പലരും ദൈവസിംഹാസനത്തെ നോക്കി കരയുന്നു. എന്നാൽ ദൈവ ക്രോധത്തിന്റെ 2-ാം ഘട്ടം ഈ ഭൂമിയുടെ മേൽ പതിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനാദ്യമായി നമുക്ക് ചിന്തിക്കേണ്ടത്, അത് എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്നത് എപ്പോഴായിരിക്കും? ഇപ്പോൾ പലയിടങ്ങളിലും ദൈവ ന്യായവിധി ഭൂമിയുടെ മേൽ പതിക്കുന്നത് കാണാം. പുരാതന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മനസാക്ഷികത്തിൽ നോഹയുടെ കാലത്ത് മനുഷ്യന്റെ അകൃത്യം ദൈവസിംഹാസനത്തോളം എത്തിയാറ് കൃപ ലഭിച്ച നോഹയെ വിളിച്ച് ദൈവം തന്റെ പദ്ധതികളെ അറിയിച്ചു കൊടുത്ത് ദൈവഹിതപ്രകാരം ആ നീതിമാനെ രക്ഷിച്ച് മനുഷ്യന്റെ തലമുറയെയും ഭൂമിയുടെ ജീവജന്തുക്കളുടെ തലമുറയെയും നിലനിർത്തി. വീണ്ടും സോദോം എന്ന പട്ടണത്തിന്റെ അകൃത്യം ദൈവസിംഹാസനത്തോളം എത്തിയപ്പോൾ നീതിമാനായ ലോത്തിനെ പിടിച്ച് പുറത്തുകൊണ്ടുവന്ന ശേഷം സോദോമിലേക്ക് ദൈവം ന്യായവിധി അയച്ചു. പണ്ട് ആഹാരം തേടി ഈജിപ്തിലേക്ക് പോയ ഇസ്രായേൽ മക്കളെ അടിമപ്പെടുത്തിയ ഫറവോന്റെ ക്രൂരതയ്ക്കെതിരെ ദൈവത്തിന്റെ ന്യായവിധി മിസ്രൈമിലേക്ക് വന്നു. അർദ്ധരാത്രിയിൽ സംഹാരകൻ മിസ്രൈമിൽ കൂടെ കടന്നുപോയിട്ട് ആദ്യജാതന്മാരെ സംഹരിച്ച് രക്തത്തിന്റെ മറവിൽ തന്റെ ജനത്തെ രക്ഷപ്പെടുത്തി. അവിടെയൊക്കെയും സർവശക്തനായ ദൈവം തന്റെ ന്യായവിധിയുടെ കരം നീട്ടിട്ടുണ്ട്. ആ നീട്ടിയ കരം അധികം വൈകാതെ ഈ ഭൂമിയുടെ മേൽ നീട്ടപ്പെടും. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ. തിരുവെഴുത്ത് പറയുന്നു, രാജാക്കന്മാർ പ്രഭുക്കന്മാർ വ്യാകുലപ്പെടുന്നു, ആർക്കും ആരെയും സഹായിപ്പാൻ കഴിയുന്നില്ല. ഭൂതലത്തിൽ ആരും സുരക്ഷിതരല്ല. ഭൂമിയിലെ ധനവാനോ ദരിദ്രനോ ആരും തന്നെ സുരക്ഷിതരല്ല. എല്ലാവരും വ്യാകുലപ്പെട്ട്
ജീവിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഏതോ ഒന്നിലേക്ക് ലോകം പോകുന്നു എന്ന് ലോകത്തിലെ സകല മനുഷ്യരും ഇന്ന് അംഗീകരിച്ച് വിശ്വസിക്കേണ്ടി വരികയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോഴായിരിക്കും ദൈവ ക്രോധാഗ്നി ഈ ഭൂമിയുടെ മേൽ പതിക്കുന്നത്? എപ്പോഴായിരിക്കും യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടുന്നത്? എന്നായിരിക്കും യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരുന്നത്? തിരുവഴുത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവ പദ്ധതിക്ക്, ദൈവഹിതപ്രകാരം ദൈവസഭ ഭൂമിയിൽ എടുക്കപ്പെട്ട ശേഷമായിരിക്കും. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നല്ലോ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എപ്പോൾ ഇത് തുടങ്ങും എന്ന് പറയുന്നു. വായിച്ചാൽ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. ആകയാൽ ദൈവസഭയും പരിശുദ്ധാത്മാവും ഭൂമിയിലിരിക്കുന്നു. ദൈവസഭയും പരിശുദ്ധാത്മാവും ഭൂമിയിലിരിക്കുകയാൽ ദൈവ വെളിച്ചമായി ദൈവസഭ ഇന്ന് ഭൂമിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ദൈവസഭയായ വിശുദ്ധന്മാർ ഭൂമിയിൽ നെടുക്കപ്പെട്ടാൽ ഈ ഭൂമി ദൈവശാപത്താൽ ഇരുളടഞ്ഞ അവസ്ഥയായിരിക്കും. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഭൂമിയിൽ നെടുക്കപ്പെട്ടാൽ ഈ ഭൂമണ്ഡലം ഭാവികളായ ചെന്നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കും. എന്താണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്? തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടു വരും. ഈ ലോകത്തിൽ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയിൽ പതിക്കുന്നത്. ഇന്ന് ദൈവസഭയും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇരിക്കുകയാണ്. ദൈവസഭ കുഞ്ഞാടിന്റെ നിറത്താൽ വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധമാർന്ന ദൈവസഭ ഭൂമിയിലിരിക്കുന്നു. ദൈവസഭയുടെ സംരക്ഷണത്തിനായി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ആക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ കാഹളം ധരിക്കും, മരിച്ചവർ ഉയർത്തും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്ന ഒരു സുദിനം ഏറ്റവും അധികം അടുത്തുപോയി. യേശു വരും, കാഹളം ധരിക്കും, മരിച്ചവർ ഉയർത്തും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുവിന്റെ വരവോടുകൂടെ സഭയും ആത്മാവും ഭൂമിയിൽ എടുക്കപ്പെടും. തുടർന്നായിരിക്കും ഭൂമിയുടെ മേൽ ഈ ന്യായവിധി വരുന്നത്. ഇനി അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത്, ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഈ ഭൂമി ആരായിരിക്കും ഭരിക്കുന്നത്? യാദൃശ്യമായി അല്ലെങ്കിൽ ഒരു ക്ഷണനേരം കൊണ്ട് കയറി വന്ന് ഭൂമിയെ വാഴുവാനോ ഈ അവസ്ഥയിൽ ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിപ്പാനോ സാധ്യമല്ല. ആകയാൽ ആ കാലയളവിൽ വാഴുന്നവർ ആരായിരിക്കും നമുക്ക് നോക്കാം. യേശു ഇന്ന് രാത്രിയിൽ വന്നാൽ, തടയുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നെടുക്കപ്പെട്ടാൽ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. പക്ഷേ അധർമ്മമൂർത്തിയുടെ ആത്മാക്കൾ ഇന്ന് ഭൂമിയിൽ വ്യാപരിക്കുന്നു. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ അധർമ്മത്തിന്റെ മർമ്മം വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് തടയുന്നതിനാൽ, ഇതാ ഈ ദൈവസഭ ഭൂമിയിൽ ഇരിക്കുന്നതിനാലും ഈ അധർമ്മത്തിന്റെ മൂർത്തിക്ക് വെളിപ്പെട്ടു വരുവാൻ കഴിയുന്നില്ല. എന്നാൽ സഭ എടുക്കപ്പെട്ട ശേഷം അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അനന്തരമായി ഭൂമിയിൽ സംഭവിക്കുന്നത് ശക്തി ആർജിച്ച അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു യുദ്ധം ഭൂമിയിൽ നടക്കും. നാം തിരുവഴുത്തിലേക്ക് നോക്കിയാൽ മനുഷ്യൻ ഭൂമിയിൽ വാസം ആരംഭിച്ച കാലം തുടങ്ങി ശക്തിയാർജിച്ച പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളുടെ അനന്തര ഫലമായി വലിയ വലിയ രാജാക്കന്മാരും ലോകത്തിൽ ശക്തന്മാരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ അവരൊക്കെയും നശിച്ചുപോയി എന്ന് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാം. ലോക ചരിത്രത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത് 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളായിരുന്നു. 1914 തുടങ്ങി 1919 വരെ 1ാം ലോക മഹായുദ്ധം നടന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. 10,000കണക്കിന് മനുഷ്യർ അംഗഹീനരായി. യുദ്ധം വേണ്ട വേണ്ട എന്ന് ലോകം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ലോക നേതാക്കന്മാർ സംഘടിച്ച് രൂപപ്പെടുത്തിയ സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് എന്ന പ്രസ്ഥാനം. അവർ പ്രഖ്യാപിച്ച് ഇനി ഒരു യുദ്ധം വേണ്ടേ വേണ്ട, ഭൂമിയിൽ
സമാധാനം വേണോ? പക്ഷെ അത് അധികം നിന്നില്ല. വീണ്ടും 1939 രണ്ടാം ലോകമഹായുദ്ധം നടന്നു. 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൽ 5 കോടി ജനങ്ങളാണ് മരിച്ചത്. ലോകത്തിലെ പല പട്ടണങ്ങൾ തീക്കിരയായി ചണ്ടിക്കൂമ്പാരമായി മാറി. ലോകം ഞെട്ടിവിറച്ചു. വേണ്ടേ വേണ്ട, ഇങ്ങനൊരു യുദ്ധം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൽ അന്നത്തെ ഭരണകർത്താക്കന്മാർ സംഘടിച്ച് രൂപപ്പെടുത്തിയതാണ് ഇന്ന് നിലനിൽക്കുന്ന UNO എന്ന പ്രസ്ഥാനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ അനന്തര യുദ്ധത്തിന്റെ ഫലമായിട്ടായിരിക്കും, അഥവാ യേശുവിന്റെ വരവിന് ശേഷമുള്ള യുദ്ധാനന്തരമായിരിക്കും ലോകം അടക്കി വാഴുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വരുന്നെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ അധർമ്മമൂർത്തിയുടെ സ്വാധീനത ഭൂമിയുടെ മേൽ ശക്തിയാർജിച്ചും അധികം വൈകി മുൻപേ ശക്തിയാർജിച്ച യുദ്ധം ഉണ്ടാകും. എല്ലാം വളരെ വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കും. ആ കാലയളവിൽ ശക്തിയാർജിച്ച യുദ്ധങ്ങൾ നടക്കും. എസെക്കിയേൽ പ്രവചനം 38-39 2 അധ്യായങ്ങളിൽ രണ്ട് ശക്തിയാർജിച്ച ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നു. പാശ്ചാത്യനും പൗരസ്ത്യനും രണ്ടായി തിരിയും. ഏഷ്യൻ രാജ്യത്തിൽപ്പെട്ട ഇസ്രായേലിനെ ആക്രമിക്കുവാൻ റഷ്യയും സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരെ വരും. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്റെ താടികളിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ ഇസ്രായേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും. ഏറിയ കാലം പട്ടണമില്ലാതെ ചിന്നിച്ചെറിക്കിടന്ന രാജ്യത്തേക്ക് ഞാൻ നിന്നെ കൂട്ടി വരുത്തു. നീ ഇസ്രായേലിനോട് യുദ്ധത്തിനായി പൊരുതു. നിന്നോടുകൂടെ പാർസികൾ, കൂശ്യർ, അനവധി രാജ്യങ്ങൾ നിന്നോടുകൂടെ വന്നു ചേരും. എന്നാൽ ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്നെ തകർത്ത് കളയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശക്തിയാർജിച്ചൊരു യുദ്ധത്തെ കുറിച്ച് എസെക്കിയേൽ 38-39 അധ്യായങ്ങളിൽ അവിടെ യുദ്ധത്തിന്റെ കാരണം, യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ, അന്ന് ഉപകരിക്കുന്ന ആയുധങ്ങളെല്ലാം 38 അധ്യായത്തിൽ പ്രവാചകനായ യെഹെസ്കേൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ചിന്തിച്ചു പോകാൻ സമയം പോരാ. ആകിയാൽ ഒരു യുദ്ധാനന്തരം ശക്തിയാർജിച്ച ഒരു ഭരണകൂടം ലോകത്തിലേക്ക് വരും. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് എന്ന പ്രസ്ഥാനവും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം UNO എന്നൊരു പ്രസ്ഥാനവും എഴുന്നേറ്റ് വന്നതുപോലെ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ അനന്തരമായി ലോകത്തെ അടക്കി വാഴുന്ന ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പറയുന്നത് അവർ മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്നവരുമാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചാൽ, മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ മര്യാദയമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതല്ല, മുമ്പേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും 13-ല്ലേ? അത് 17-ലാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ 17 നീ കണ്ട മൃഗമോ മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി ആഴത്തിൽ നിന്ന് കയറി, സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ വരുമ്പോൾ ഈ മൃഗത്തെ യോഹന്നാൻ വളരെ വ്യക്തമായി കാണുന്നു. വളരെ വികൃതവും മനുഷ്യന്റെ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഒരു മൃഗത്തെയാണ്. 4 മൃഗങ്ങൾ സംയോജിതമായ ഒരു മൃഗത്തെ യോഹന്നാൻ ഇപ്പോൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 10 വാക്യങ്ങൾ വായിച്ചു. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് ശ്രദ്ധിക്കുക. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു, ഞാനൊരു മൃഗത്തെ കണ്ടു, അതിങ്ങനെ സമുദ്രത്തിൽ കയറി വരികയാണ്.
ശക്തമായൊരു കൊടുങ്കാറ്റ് സമുദ്രമധ്യേ വീശിയടിച്ചപ്പോൾ മനുഷ്യവർഗത്തിനിടയിലുണ്ടായ ശക്തിയാർജ്യ വിപ്ലവത്തിന്റെ അനന്തരഫലമായി ഒരു മൃഗം കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 17 നാം വായിച്ചു കേട്ടു. അവർ മുൻപേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഇനി അവർ സമുദ്രത്തിൽ നിന്ന് കയറി അഗാധത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകുന്നവരാണ്. അവരായിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പറയുന്നു അവർ മുൻപേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലാത്തവരാണ്. മുൻപേ ലോകത്തെ വാണിരുന്നവരും ഇപ്പോൾ ഇല്ലാത്തവരുമായ ഒരു ഭരണകൂടം അത് വീണ്ടും സംയോജിച്ച് കയറി വരും. യോഹന്നാന്റെ ദർശനത്തിൽ 4 മൃഗങ്ങൾ ചേരുകയാണ്. ആ മൃഗത്തിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരം പോലെയും, അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയും, അതിന്റെ കാൽപാദം കരടിയുടെ കാൽപാദം പോലെയും, അതിന്റെ കൊമ്പുകൾ ഒരു ക്രൂര മൃഗത്തിന്റെ കൊമ്പ് പോലെയും ഇരുന്നു. 4 മൃഗങ്ങൾ സംയോജിതമായ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഈ യോഹന്നാൻ ദർശിക്കുകയാണ്. വീണ്ടും യോഹന്നാനോട് ദൈവം പറഞ്ഞു, യോഹന്നാനേ, ഇത് മുൻപേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുൻപേ ഉണ്ടായിരുന്നവരാണിവർ. ആരായിരുന്നു ഇവരും നമുക്ക് നോക്കാം. ഒന്നാമതായി നോക്കിയാൽ അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയായിരുന്നു. വനാന്തരത്തിലെ ശക്തി ആർജിച്ചൊരു മൃഗമാണ് സിംഹം, സിംഹത്തിന്റെ തല. ഇതാരെന്ന് ചോദിച്ചാൽ ഇത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. ലോകം അടക്കി വാണിട്ടുള്ള സാമ്രാജ്യ ശക്തികളിൽ ഒന്നായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബാബിലോൺ സാമ്രാജ്യം ശക്തി ആർജിച്ചിരുന്നു. BC 606 തുടങ്ങി BC 539 വരെ ദീർഘമായ 67 വർഷക്കാലം ഈ ലോകത്തെ ആകമാനം അടക്കി വാണിരുന്നത് അത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ബാബിലോൺ സാമ്രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ മേദ്യനും പാർസിയും കൂടെ ചേർന്നു. മേദ്യനായ ദാരിയാവേസും പാർസിയായ കോരസും കൂടെ ചേർന്ന് മേദ്യ പാർസ്യ സാമ്രാജ്യം ലോകത്തിൽ വന്നു. ഇത് ദീർഘവർഷം ഉണ്ടായിരുന്നു. BC 530 തുടങ്ങി BC 330 വരെ ദീർഘമായ 200 വർഷക്കാലം ഭൂമിയെ അടക്കി വാണിരുന്നത് മേദ്യ പാർസ്യ സാമ്രാജ്യമായിരുന്നു. ഇതിനെ ഓരോ ഭാഗത്തായി പറയുന്നു. ഒന്നാമത്തേത് സിംഹതുല്യം, അത് ബാബിലോൺ സാമ്രാജ്യമാണ്. രണ്ടാമത്തേത് കരടിക്ക് തുല്യം, അവൻ സമുദ്രത്തിൽ കയറി വരുന്നു. അവന്റെ വായിൽ 3 വാരിയലുകളുണ്ട്. അവനൊരു പാർശ്വം പൊക്കിപ്പിടിച്ച് അവൻ സമുദ്രത്തിൽ കയറി വരുന്നു. ഇത് മേദ്യ പാർസ്യ സാമ്രാജ്യമായിരുന്നു. 200 വർഷം കഴിഞ്ഞപ്പോൾ മേദ്യന്റെ സാമ്രാജ്യം തകർന്നുടഞ്ഞു. പാർസിയുടെ ശക്തി ക്ഷയിച്ചുപോയി. ആയുധോടുകൂടെ പാർസിയുടെ സാമ്രാജ്യത്തിൽ ഉൾക്കൊണ്ടിരുന്നിരുന്ന മൈക്സിലോണിയയിലെ ഫിലിപ്സിന്റെ മകനായ അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിലേക്ക് വന്നു. അത് ചുരുങ്ങിയ കാലമേ ഉണ്ടായിരുന്നുള്ളൂ. BC 330 തുടങ്ങി BC 323 വരെ ചുരുങ്ങിയ വർഷം മാത്രം ലോകത്തെ അടക്കി വാണിരുന്നു. അതായിരുന്നു പുള്ളിപ്പുലിക്ക് തുല്യം. വനത്തിലെ ഏറ്റവും അതിവേഗം ഓടുന്ന മൃഗം പുള്ളിപ്പുലിയാണ്. അതിവേഗം ആക്രമിക്കുകയും അതിവേഗം ഇരയ്ക്ക് നേരെ ഓടുകയും ചെയ്യുന്നത് പുലിയായിരുന്നു. ഭക്തനായ ദാനിയേൽ ലോകം അടക്കി വാഴുന്ന ചക്രവർത്തിമാരെ കണ്ടു. താൻ ജീവിച്ചിരുന്ന കാലത്ത് സിംഹത്തിന്റെ ഭരണമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യം വർഷങ്ങൾ കഴിഞ്ഞ് തകർന്നുപോയി. അവരുടെ തകർച്ചയുടെ അനന്തരമായി മേദ്യ പാർസ്യ സാമ്രാജ്യം ലോകത്തെ അടക്കി വാണു. ആ കാലയളവിലെ ചരിത്രമാണ് എസ്തേറിന്റെ പുസ്തകം. 127 രാജ്യങ്ങള്, ഇന്ത്യ തുടങ്ങി ആഫ്രിക്കയിലെ ഇത്യോപ്യ വരെ ഒരു ചക്രവർത്തി വാണിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അവരിൽ തുടക്കത്തിൽ പല ഭക്തന്മാരുണ്ടായിരുന്നു. പാർസിയുടെ ഒരു രാജാവായിരുന്നു കോരസ്. അവൻ യഹോവയുടെ ആലയം പണിയാൻ കൽപ്പന കൊടുത്തിരുന്നു. ആ ജാതി ദൈവ ആലയത്തോടും ദൈവജനത്തോടും കാണിച്ച നന്ദി കൊണ്ട് അവന്റെ സാമ്രാജ്യം 200 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു. കാലാന്തരത്തിലെ രാജാക്കന്മാർ തമ്മിലുള്ള കലഹവും അവരുടെ ആർപ്പാടം നിറഞ്ഞ ജീവിതവും സംരക്ഷണമില്ലാത്ത സൈന്യവും ഹേതുവായി അത് ക്ഷയിച്ചുപോയി. അത് ക്ഷയിച്ച് അസ്തമിക്കുമ്പോൾ ദാനിയേലിന്റെ ദൃഷ്ടിയിൽ 3ാമത്തെ മൃഗം കയറി വന്നു. അവൻ പുള്ളിപ്പുലിക്ക് തുല്യനായിരുന്നു. ആരാണ് അവനെന്നറിയാമോ? മഹാനായ അലക്സാണ്ടർ ആയിരുന്നു. മൈക്സിലോണിയയിലെ ഫിലിപ്സിന്റെ മകനായിട്ട് അവൻ ജനിച്ചു. 19ാമത്തെ വയസ്സിൽ സൈനിക കോളേജിൽ നിന്ന് അവൻ ബിരുദം നേടിയ ശേഷം അപ്പന്റെ കിരീടം ഏറ്റുവാങ്ങി അവൻ ലോകത്തിൽ യാത്ര ചെയ്തു. 30,000-ലധികം കുതിരകളെയും സൈന്യത്തെയുമായി അവൻ കപ്പലിൽ യാത്ര ചെയ്തു. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. അവൻ ഇന്ത്യ
ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഇന്ത്യയിലെ ശക്തരായ രാജാക്കന്മാർ അവന്റെ മുൻപിൽ കീഴടങ്ങി കൊടുത്തു. ആ മഹാൻ ആളിക്കത്തുന്ന കാലത്ത് ദാനിയേൽ പറയാണൊരു മൃഗം പുലി കയറി വന്നു. അതിന് 4 തലയുണ്ടായിരുന്നു, 4 ചിറകുണ്ടായിരുന്നു. അതിവേഗതയിൽ ഓടിക്കയറിയ പുലി കാലാന്തരത്തിൽ തകർന്ന് തരിപ്പണമായി പോയി. അധികം വൈകും മുമ്പേ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതിവേഗതയിൽ കോപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഏറ്റവും അധികം തന്നെ സഹായിച്ച് തന്നോടുകൂടെ പ്രവർത്തിച്ച ഒരുവനെ ഒരു വാക്കുകൊണ്ട് താൻ കുത്തി കൊന്നുകളഞ്ഞു. തന്നോടുള്ള സൈനികർ ഇടറി ഈ പോക്കിന് നമ്മൾ സുരക്ഷിതരല്ല, മടങ്ങിപ്പോവാന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. അധികം വൈകും മുൻപ് കഠിനമായ മദ്യപാനം ഹേതുവായി അവൻ കഠിന പനിക്ക് ബാധിച്ച് അവൻ യാത്രാ കപ്പലിൽ മരിച്ചു. ഒരിക്കൽ അവനിങ്ങനെ കപ്പലിന്റെ മേളിൽ കയറിയുന്നുണ്ട്. പസഫിക്കിനോട് പറഞ്ഞതാണ്, പസഫിക്കേ, നീ ഒരു കരയായിരുന്നെങ്കിൽ അലക്സാണ്ടറിന്റെ കുതിരയുടെ കൊമ്പുകൾ നിങ്ങൾ ചവറ്റുമായിരുന്നു. ലോകത്തിന്റെ 4 ദിക്കിനെ അവൻ ആക്രമിച്ചു. പുള്ളിപ്പുലി പോലെ ഓടിക്കയറി അതിവേഗം അവൻ ശത്രുവിനെ ആക്രമിച്ചു. പക്ഷേ അവൻ നിവർന്നു നിന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോയി. അവന്റെ സാമ്രാജ്യം 2ആയി പിരിഞ്ഞു. പേർഷ്യ ഉൾപ്പെടെ ഏഷ്യൻ ഭാഗങ്ങള് അന്ത്യോക്യ തലസ്ഥാനമാക്കി അവന്റെ സൈനികരിൽ ഒരുവനായ സെലൂക്കീസും, മൈസോഡിയ ഗ്രീസ് കസാൻഡ്ര എന്നവനും, ത്രയാസ് മിദ്യാൻ മേഖലകൾ ലിസിമാർക്കസും, ഈജിപ്റ്റ് പാലസ്തീൻ അറബി മേഖലകളെ അലക്സാന്ദ്രിയ കേന്ദ്രമാക്കി ടോളമിക്കും രാജ്യം വിഭജിച്ചു കൊടുത്തു. അവന്റെ വിശ്വസ്തരായ 4 പേരുണ്ടായിരുന്നു, സെലൂക്കസ്, കസാൻഡർ, ടോളമി, അതുപോലെ തന്നെ ലിസിമാക്കസ്. ഈ 4 സൈനികർ അവന്റെ സാമ്രാജ്യം വീതിച്ചെടുത്തു. 4 തലയുള്ള ഒരു പുള്ളിപ്പുലിയെ കണ്ടു. അവരുടെ തകർച്ചയ്ക്ക് ശേഷമായി അടുത്ത റോമൻ സാമ്രാജ്യം ഭൂമിയിൽ വന്നു. ക്രൂരമായ ഇരുമ്പ് പല്ലുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. ക്രൂരമായ അവരുടെ ശിക്ഷാ നിയമത്തിന്റെ മുൻപിൽ ഭൂമി ഞെട്ടിവിറച്ചു. അവരുടെ കാലയളവിലായിരുന്നു അഭിഷക്തനായ മശിഹായെ വളരെ ഹീനമായി ക്രൂശിച്ചു കളഞ്ഞത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ കാലാന്തരത്തിൽ റോമൻ സാമ്രാജ്യം 2ആയി പിരിഞ്ഞു. പാശ്ചാത്യ റോമനും പൗരസ്ത്യ റോമനും 2ആയി തകർന്ന് ലോകത്തിൽ ഇന്ന് വിവിധ ജാതികളാണ് വാഴുന്നത്. ചിലയിടങ്ങളിൽ രാജാക്കന്മാർ വാഴുന്നു, ചിലയിടങ്ങളിൽ സൈനാധിപന്മാർ വാഴുന്നു, ചിലയിടങ്ങളിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകർത്താവ് വാഴുന്നു. ജനാധിപത്യം, ഏകാധിപത്യം, സൈനികാധിപത്യം, ഇങ്ങനെയൊക്കെ പലയിടങ്ങളിൽ ഭൂമി പലരാണ് ഇന്ന് വാഴുന്നത്. എന്നാൽ അധികം വൈകും മുൻപ് ഈ ഭൂമിയെ ചിലർ അടക്കി വാഴും. ഇവിടെ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനേ, മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും ആഴത്തിൽ നിന്ന് കയറി, സമുദ്രത്തിൽ നിന്ന് കയറി ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകുന്നവൻ ഒരു ഭരണം ഈ ലോകത്തിൽ വരും. അത് വളരെ ചുരുങ്ങിയ സമയമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അല്പകാലത്തേക്ക് അവർ ലോകത്തെ വാഴേണ്ടതാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. എങ്ങനെ ഇവർ ഉരുവായി വരുന്നെന്ന് ചോദിച്ചാൽ ശക്തി ആർജിച്ച ഒരു യുദ്ധത്തിന്റെ അനന്തരമായിട്ടായിരിക്കും. എസെക്കിയേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ ആ വേദഭാഗവും അതിന്റെ അനന്തര ഫലങ്ങളുമായി പറയുന്നു. ഈ ലോകത്തെ വാഴുവാൻ ആ സാഹചര്യത്തിൽ 3 ഭാഗമായിട്ടാണ് തിരിയുന്നത്. ഒന്നാമതായി തകർന്നുപോയ സാമ്രാജ്യം അഥവാ ബാബിലോൺ, മേദ്യ-പാർസ്യ, ഗ്രീസ്, റോമൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ചില നിയമങ്ങളും നിബന്ധനകളും വെച്ചുകൊണ്ട് ഒരു പുതിയ ഭരണകൂടം ലോകത്തിലേക്ക് വരും. മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും ഭൂമിയിലേക്ക് വന്നു കയറുന്നതുമായ ആ ഭരണം, ആ ഭരണ കാലയളവിനെ നാം നോക്കിയാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടമായിരിക്കും, കേവലം 7 വർഷം. അതിന് 2 ഭാഗമാണ്. ഒന്ന് കൈവിടപ്പെട്ട് സഭയുടെ പീഡാകാലമെന്നും രണ്ടാമത്തേത് യാക്കോബിന്റെ ദുരിതകാലമെന്നും പ്രവാചകൻ പറയുന്നു. അങ്ങനെ 3.5-7 വർഷക്കാലം ഭൂമിയുടെ മേൽ അവർ വാഴും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും അവർ വാഴുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. അന്ന് ഈ ലോകത്തിൽ വാഴുവാൻ വരുന്നത് ഒന്ന് തകർന്നുപോയ ആ സാമ്രാജ്യം, രണ്ടാമതായിട്ട് വരുന്നത് ഇന്ന് ദൈവ സഭയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാസർപ്പം, മൂന്നാമതായി ഭൂമിയിൽ നിന്ന് കയറി വരുന്ന കുഞ്ഞാടുപോലെ സംസാരിക്കുന്ന ഒരു കള്ളപ്രവാചകനും. ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ലോകത്തെ വാഴുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സ്വർഗീയ ദർശനം യോഹന്നാൻ കാണുമ്പോൾ ദൈവദൂതന്റെ വെട്ടേറ്റ് ഒരു മഹാസർപ്പം ഭൂമിയിലേക്ക് വീണുപോയി. അവൻ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളതിനെ ഉപദ്രവിച്ചു
നിയന്ത്രിപ്പാൻ അവൻ പുറപ്പെട്ടു പോയി. വെളിപ്പാട് പുസ്തകം 13:1 വരുമ്പോൾ സമുദ്രത്തിൽ നിന്ന് സംയോജിതമായ ഒരു മൃഗം കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 13:11 വരുമ്പോൾ മറ്റൊരു മൃഗം കരയിൽ നിന്ന് കയറി വരുന്നു. ഇവർ മൂന്നും കൂടെ ചേർന്നാണ് ഈ ലോകത്തെ ഭരിപ്പാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വീണുപോയി ദൈവദൂതന്റെ വെട്ടേറ്റ് ഭൂമിയിൽ പതിച്ചു പോകുന്ന പഴയ പാമ്പായ ആ മഹാസർപ്പവും, രണ്ടാമത് വീണുപോയി തകർന്നുപോയ ആ സാമ്രാജ്യ ശക്തികളും, മൂന്നാമത് കരയിൽ നിന്ന് കയറി വരുന്ന കുഞ്ഞാടുപോലെ മൃദുവായി സംസാരിച്ച ഒരു കള്ളപ്രവാചകനും. ഇതൊക്കെ പലരും കൂടെ നാം കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അത് വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. ഓർത്തുകൊള്ളണമേ, ഇത് നടക്കുന്നത് യേശുവിന്റെ വരവിന് ശേഷമാണ്. ഇതിന്റെ മുന്നോടി ലോകത്തിൽ ശക്തി ആർജിച്ചൊരു യുദ്ധം ഉണ്ടാകും. അനന്തരമായി ലോകത്തിൽ തകർന്ന സാമ്രാജ്യങ്ങൾ വീണ്ടും തല ഉയർത്തു വരും. അതിന്റെ നീക്കങ്ങളൊക്കെ ഇന്ന് ലോകത്തിലായി മുന്നോടിയായി പല സംഭവങ്ങൾ. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് വന്നിരിക്കുന്നല്ലോ. ഒരേ നാണയത്തിന്റെ കീഴിൽ ഒരേ വ്യവസ്ഥയിലുള്ള 10 രാജ്യങ്ങൾ ചേർന്നുള്ള വ്യവസ്ഥ. ഇത് യാദൃശ്ചിക സംഭവമല്ല. പ്രവാചകനായ ദാനിയേലും വെളിപ്പാട് ശ്രേഷ്ഠനായ യോഹന്നാനും വളരെ വ്യക്തമായി ഈ സംഭവം പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാലയളവിൽ അഥവാ ഈ വീണുപോയ പാമ്പ്, വെട്ടേറ്റ് വീണ മഹാസർപ്പവും, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന തകർന്ന സാമ്രാജ്യവും, ഭൂമിയിൽ നിന്ന് വരുന്ന കള്ളപ്രവാചകനായ ഒരുവനും കൂടെ ചേർന്ന് ഭൂമിയുടെ മേൽ വാഴുന്ന കാലത്ത് ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കും. ആ ദൈവത്തിന്റെ ക്രോധാഗ്നി 3 ഭാഗമായിട്ടാണ് ഭൂമിയുടെ മേൽ പതിക്കുന്നത്. 7 വർഷം ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ അതിനെ 3 ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോൾ സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ യേശുവിന്റെ വരവിന് ശേഷം. അന്ന് ആര് ലോകത്തെ ഭരിക്കുമെന്ന് ചോദിച്ചാൽ തകർന്നുപോയ സാമ്രാജ്യവും സഭയോട് യുദ്ധം ചെയ്ത് വെട്ടേറ്റ് ഭൂമിയിൽ വീണ ആ മഹാസർപ്പവും ഉപായത്തോടെ കയറി വരുന്ന കള്ളപ്രവാചകനും. ഇവരെത്ര കാലം വാഴുമെന്ന് ചോദിച്ചാൽ കേവലം 7 വർഷം. ആദ്യത്തെ 3.5 വർഷം കൈവിടപ്പെട്ടുപോയ സ്ത്രീയുടെ ശേഷിപ്പുള്ള സന്തതിയോടുള്ള യുദ്ധവും, രണ്ടാമത് യാക്കോബിന്റെ കഷ്ടകാലം അഥവാ ഇസ്രായേലിന്റെ പീഡാകാലവുമാണ്. ആ കാലയളവിൽ ദൈവ ക്രോധാഗ്നി ഈ ഭൂമിയുടെ മേൽ പതിക്കും. ദൈവത്തിന്റെ കോപം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഈ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരിക്കത്തില്ല. ഇനി അടുത്തതായി ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന രംഗം നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവ ക്രോധാഗ്നിയുടെ രംഗം യോഹന്നാൻ കാണുകയാണ്. അവിടെ ഓരോ വാക്കുകളിൽ മുദ്ര പൊട്ടിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നൊന്നായി യോഹന്നാനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ 1-ാമത്തെ മുദ്ര പൊട്ടിച്ചുടനെ ഇതാ ഒരു വെളുത്ത കുതിര വരുന്നു. ഉപായത്തോടെ എതിർ ക്രിസ്തു ലോകത്തെ അടക്കി വാഴുവാൻ ഉപായം പ്രയോഗിച്ചു വരുന്നു. അവന്റെ കയ്യിൽ അമ്പുണ്ട്, പക്ഷേ വില്ലില്ല. സമാധാനം സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ലോകത്തെ അടക്കി വാഴുവാൻ വരും. ലോക ജനതയെല്ലാം അതിനുവേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ഇന്ന് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ലോകത്തിൽ ഇന്നൊരു ഏകാധിപതിക്ക് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അടുത്ത കാലത്ത് കൂടിയാലോചിച്ചപ്പോൾ 120 രാജ്യങ്ങളോളം പങ്കെടുത്ത ഒരു ഉച്ചകോടിയിൽ അവർ കൊണ്ടുവച്ച നിർദ്ദേശം എന്തെന്നറിയാമോ? നമുക്ക് ലോകത്തെ നിയന്ത്രിച്ച് സമാധാനം ഉള്ള ലോകമാക്കി തീർക്കാൻ, സമ്പത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ആ സമ്പത്തുള്ള രാജ്യങ്ങൾ സഹായിപ്പാൻ, എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ സംരക്ഷണം നൽകുവാൻ എന്ത് പോംവഴി എന്ന് ചോദിച്ചപ്പോൾ പ്രശസ്തനായ ഒരു പ്രശസ്തി ആർജിച്ച ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവ് പറഞ്ഞത്, ഒരു ഏകാധിപതി ഭരിക്കുന്നതാണ് നല്ലത്. ഒരുവന്റെ കയ്യിൽ ലോകം ഒതുങ്ങി കിട്ടുന്നെങ്കിൽ ആ ദാരിദ്ര്യ രാഷ്ട്രങ്ങൾക്ക് സമ്പത്തുള്ള രാജ്യങ്ങളുടെ സമ്പത്ത് ഉപകരിക്കാം. ഒരേ നിലവാരത്തിൽ ഒരേ രീതിയിൽ നമുക്ക് ലോകത്തെ കൊണ്ടുപോകാം. ഒരേ ഭരണവും ഒരേ പട്ടാളവും ഒരേ നയവും ഒരേ ആശയവും ഒരു ഏകാധിപതിയുമാണെങ്കിൽ ലോകത്തിൽ യുദ്ധം ഉണ്ടാകുകയില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ സമ്മതത്തോടെ അത് അംഗീകരിച്ചു. അതായിരിക്കും സുരക്ഷിതം. ലോകം ഇന്നൊരു ഏകാധിപതിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നു. അധികം വൈകാതെ ലോകം അടക്കി വാഴുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരും. ദൈവവചനം പറയുന്നു, അവൻ ഉപായത്തോടെ വന്നു. സമാധാനം സമാധാനം എന്നവൻ പ്രഖ്യാപിച്ചു. അവന്റെ കയ്യിൽ നയമുണ്ടായിരുന്നു, പക്ഷേ
പക്ഷെ അവൻ യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. അവന്റെ കയ്യിൽ അമ്പുണ്ട്, എന്നാൽ വില്ലുണ്ടായിരുന്നില്ല. അവൻ സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൽ പ്രത്യക്ഷനായി. വീണ്ടും ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേൽ ഓരോന്നോരോന്നായി ഭവിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാം മുദ്ര പൊട്ടിക്കുന്ന രംഗം യോഹന്നാൻ അവിടെ കാണുന്നു. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുമന്ന കുതിര പുറപ്പെട്ടു വരുന്നു. യോഹന്നാൻ ശ്രദ്ധിച്ചാറ്, ഭൂമിയിൽ നിന്ന് സമാധാനം പോയി. സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു തുടങ്ങിയതെങ്കിലും സമാധാനം ഭൂമിയിൽ നിന്ന് പോയി. മനുഷ്യർ പരസ്പരം കൊല്ലേണ്ടതിന്, മനുഷ്യർ പരസ്പരം വെട്ടി മുറിപ്പെടുത്തേണ്ടതിന് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്ന ഒരു ചുമന്ന കുതിര പുറപ്പെട്ടുപോയി. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നാം കാണുന്നത്, 3-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര പുറപ്പെട്ടു പോകുന്നു. എല്ലാം വിശദമായി വായിച്ച് ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. കറുത്ത കുതിര പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് യോഹന്നാൻ കേട്ടത് അത് ക്ഷാമമാണെന്നാണ്. ക്ഷാമം, ഇന്ന് ലോകത്തിൽ ക്ഷാമം പടർന്നു പിടിക്കുകയാണ്. ഒരു കാലത്ത് സമ്പൽ സമർത്ഥമായ ഒരു രാജ്യമായിരുന്നു റഷ്യ. റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തെ കിരീട വറപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് റഷ്യ പട്ടിണിയുടെ അടിത്തട്ടിലേക്ക്, ആ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിലേക്ക്, ആഴത്തിലേക്ക് താഴുകയാണ്. ഉപജീവന മാർഗങ്ങൾക്ക് വഴിയില്ലാതെ അവർ അന്യദേശങ്ങളിൽ അടിമകളായി പോകേണ്ടി വരുന്നു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും പട്ടിണിയുടെ അടിത്തട്ടിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ പല രാജ്യങ്ങൾക്കും വേണ്ട രീതിയിൽ ഭക്ഷണവും സംരക്ഷണവും ഇല്ലാതെ വ്യാകുലപ്പെടുന്നു. ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലേക്ക് വരുവാൻ, ലോകത്തിന്റെ പാപവും അകൃത്യവും ദൈവസിംഹാസനത്തോളം എത്തുന്നു. ആകയാൽ ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്നു. എല്ലാം വളരെ വിശദമായി നമുക്ക് ചിന്തിക്കുവാൻ സമയം പോരാ. അടുത്തതായി യോഹന്നാന്റെ ദർശനത്തിങ്കൽ അവൻ കാണുന്നത് 4-ാമത്തെ മുദ്ര പൊട്ടിച്ചു. ഒരു മഞ്ഞ കുതിര പുറപ്പെട്ടു വരുന്നു. അതിന്റെ പേര് മരണമെന്നാണ്. ഭൂമിയുടെ മേൽ എതിർ ക്രിസ്തു വാഴുമ്പോൾ സമാധാന പ്രഖ്യാപനത്തോടെ ലോകത്തിലേക്ക് വന്ന് ലോക ജനതയെ വഞ്ചിച്ച് ലോകത്തെ അടക്കി വാഴുവാൻ ഈ ഭരണകർത്താക്കന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തിന്റെ ക്രോധാഗ്നി മറുഭാഗത്ത് ഭൂമിയുടെ മേൽ പതിച്ചുകൊണ്ടേയിരിക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിനങ്ങളായിരിക്കും. യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടുന്ന ദിനങ്ങളായിരിക്കും. വീണ്ടും തിരുവെഴുത്തിലേക്ക് വന്നാൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശക്തിയാർജിച്ച ഭൂകമ്പവും ഭൂമിയുടെ മേൽ ശക്തിയാർജിച്ച ഒന്നാമത് എതിർ ക്രിസ്തു വരുന്നു. രണ്ടാമത് ഭൂമിയുടെ മേലുള്ള സമാധാനം നഷ്ടപ്പെടുന്നു. അടുത്തതായി കഠിനമായ ക്ഷാമമുണ്ടാകുന്നു. വീണ്ടും മരണവും. മാത്രമല്ല പ്രകൃതിയുടെ മേൽ സൂര്യന്റെയും ചന്ദ്രന്റെയും അവസ്ഥയ്ക്ക് ഭംഗം വന്ന, സൂര്യൻ ഇരുണ്ട, ചന്ദ്രൻ കരിമ്പടം പോലെയായി ഭൂമിയിൽ ശക്തിയാർജിച്ച ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ 1-ാം ഘട്ടം കഴിയുന്നു. 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 7 കലശത്തെ കുറിച്ച് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ കോപാഗ്നിയുടെ 7 കലശങ്ങളെ നമുക്ക് കാണാം. യോഹന്നാൻ അവയെ ഒന്നൊന്നായി കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ 1-ാമത്തെ ക്രോധകലശം ഒരു ദൂതൻ ഭൂമിയുടെ മേൽ ഒഴിച്ചു. രക്തം കലർന്ന വലിയ മഴ. വായിച്ചേ. 1-ാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും ശ്രദ്ധിക്കുക. ദൈവ കാഹളം ഭൂമിയുടെ മേൽ ഊതി ഭൂമിയുടെ മേൽ വരുന്ന നാശത്തെ കുറിച്ച് യോഹന്നാൻ കണ്ണു വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്നത് 3 ഭാഗമായിട്ടാണ്. പ്രാരംഭത്തിലെ ആരംഭ സമയങ്ങളിൽ സംഭവിക്കുന്നത് ഓരോ മുദ്രകൾ പൊട്ടിച്ച് ദൈവ ന്യായവിധി ഭൂമിയുടെ മേൽ വന്ന് പതിക്കുകയാണ്. രണ്ടാമതായി സ്വർഗീയ
ദൂതന്മാർ ഊതുന്ന കാഹളനാദത്തിങ്കാൽ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ചൊരിയുകയാണ്. മൂന്നാമതായി ദൈവദൂതന്മാർ ഭൂമിയുടെ മേൽ ഒഴിക്കുന്ന 7 കലശങ്ങളാൽ ഭൂമി ദൈവ കോപാഗ്നിയെ വഹിച്ച് ഏറ്റവും ഹീനമായി നശിക്കുന്നു. ആരംഭത്തിലെ 6 മുദ്രകൾ പൊട്ടിച്ച് ഭൂമിയിൽ ക്ഷാമവും മരണവും സമാധാനമില്ലായ്മയും ദുഷ്ടതയും ഭൂമിയുടെ മേൽ ആധിപത്യം പിടിക്കുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ദൂതനൂതിയ കാഹളത്താൽ ഭൂമിയിൽ രക്തം കലർന്ന തീമഴയുണ്ടായി. സാധാരണ മഴയല്ല, രക്തം കലർന്ന തീമഴയുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ദൂതനൂതിയപ്പോൾ അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായിട്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് ഭൂമിയിലെ കടലിൽ 1/3 രക്തമായി തീർന്നു. ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും അന്നാളിൽ മലകളോടും പാറകളോടും കുന്നുകളോടും നിങ്ങൾ വന്ന് ഞങ്ങളെ മൂടിക്കളവീൻ, ദൈവത്തിന്റെ കോപ ദിവസം ആർക്ക് സഹിക്കാം, ആരെന്ന് നിലനിൽക്കും? യഹോവയുടെ കോപം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ദൈവ കോപാഗ്നിയാൽ ഈ ഭൂമി വെന്തരിയാൻ പോകുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം കഠിനമായ ശിക്ഷകൾ ഭൂമിയുടെ മേൽ പതിക്കുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ 4-ാമത്തെ ദൂതൻ കാഹളമൂതി സൂര്യനിൽ 1/3 ഭാഗവും ചന്ദ്രനിൽ 1/3 ഭാഗവും ഇരുണ്ടുപോയി. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അടുത്തത് അവയിൽ 1/3 ഇരുണ്ടുപോയി. 1/3 ഇരുണ്ടുപോയി. സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രജാലങ്ങളുടെയും 1/3 ഇരുണ്ടുപോയി. ഭൂമിയുടെ മേൽ ആവശ്യമാർന്ന വെളിച്ചം നൽകുന്ന സൂര്യനും ചന്ദ്രനും 1/3 ഇരുളടഞ്ഞ നിമിഷങ്ങളൊന്നുണ്ടാകും. വീണ്ടും തിരുവഴുത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധികൾ ഒന്നൊന്നായി ഭൂമിയുടെ മേൽ പതിയുന്നു. അവസാന ഭാഗത്തേക്ക് വന്നാൽ 7 കലശങ്ങൾ ഭൂമിയുടെ മേൽ ദൈവദൂതന്മാർ ന്യായവിധിക്കായിട്ട് ഒഴിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ 7 വർഷത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ദൈവ ന്യായവിധിയുടെ കലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുകയാണ്. 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ 1-ാമത്തെ ദൂതൻ പുറപ്പെട്ടു പോയി. അവൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ മനുഷ്യർക്ക് ഭയങ്കരമായ ദുർവ്രണങ്ങൾ ഉണ്ടായി. വായിച്ചാട്ടെ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. ഭൂമിയുടെ മേൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണങ്ങൾ ഉണ്ടായി. ദുർഗന്ധം ഭവിച്ച വളരെ ഹീനമായി ചീഞ്ഞു നാറുന്ന ദുർവ്രണങ്ങൾ മനുഷ്യർക്കുണ്ടായി. മനുഷ്യന്റെ മരുന്നിനോ മനുഷ്യന്റെ ശാസ്ത്രലോകത്തിനോ ചികിത്സിച്ച് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ തന്നെ ചെറിയ ചില കാര്യങ്ങളെ പോലും ഉൾക്കൊണ്ട് അതിനു വേണ്ട സംരക്ഷണം നൽകുവാൻ ലോകത്തിലെ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. അടുത്ത കാലത്തുണ്ടായി ചെറിയ പ്രാണിയാണ് കൊതുക്. കൊതുകിനെ മനുഷ്യൻ പേടിച്ചത് കൊമ്പനാനെ പേടിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിരുന്നു. ആലപ്പുഴ, ചേർത്തല സ്ഥലങ്ങളിലുള്ള മനുഷ്യൻ ജീവനം കൊണ്ട് ബന്ധുമിത്രാദികളെ തേടി വളരെ ദൂരത്തിലേക്ക് പോയി ചിക്കൻ ഗുനിയായെ പേടിച്ച് ഒരു ചെറിയ വ്യാധിയുടെ മുൻപിൽ മനുഷ്യൻ ഞെട്ടിവിറയ്ക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ മൃഗത്തിന്റെ മുദ്രയേറ്റവർ മൃഗത്തെ നമസ്കരിച്ച് ജീവനെ ഇച്ഛിച്ച് ഭൂമിയിൽ ഇരിക്കുന്ന ജാതികൾക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിലെ സമുദ്രം മരിച്ചവരുടെ രക്തം പോലെയായി തീർന്നു. 2-ാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിക്കുമ്പോൾ ഭൂമിയിൽ സമുദ്രത്തിലെ ജലം രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു.
രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു. വീണ്ടും 16-ന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 5-ാമത്തെ കലശത്താൽ മൃഗത്തിന്റെ സിംഹാസനം ഇരുണ്ടുപോകുന്നു. വീണ്ടും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യൂഫ്രട്ടീസ് എന്ന മഹാനദി വറ്റിപ്പോകുന്നു. അടുത്ത കലശം ഒഴിക്കുമ്പോൾ ആകാശത്തിൽ ഒഴിച്ചിട്ട് ആകാശം ഇരുളടഞ്ഞു പോകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ തട്ടുമ്പോൾ, ദൈവകോപം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഈ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ഭയങ്കരമായ കഷ്ടമുണ്ടാകും. മനുഷ്യർ പരസ്പരം കൊല്ലും. ഭയങ്കരമായ ക്ഷാമമുണ്ടാകും. പകർച്ചവ്യാധികൾ ഉണ്ടാകും. ഭൂമിക്ക് വളരെ ക്ഷതം സംഭവിക്കും. കത്തിജ്വലിക്കുന്ന സൂര്യനിൽ 1/3 ഇരുണ്ടുപോകും. നക്ഷത്രങ്ങളിലും ചന്ദ്രനിലും ശക്തിയാർജിച്ച ക്ഷതം സംഭവിക്കും. ഭൂമിയിലെ സമുദ്രങ്ങളൊക്കെയും മരിച്ചവരുടെ രക്തത്തിന് തുല്യമായി തീരും. ഭയങ്കരമായൊരു കോപദിനം ഭൂമിയുടെ മേൽ പതിക്കാൻ പോകുന്നു. ഇനി അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത്, ദൈവ ക്രോധ ദിനത്തിങ്കിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓടി രക്ഷപ്പെടാം? ദൈവ കോപ ദിവസത്തിൽ നിന്ന് ഒരുവൻ എങ്ങനെ രക്ഷ പ്രാപിക്കും? രാജാക്കന്മാരും പ്രഭുക്കന്മാരും പറയുന്നു, ഞങ്ങളെ വന്ന് മൂടിക്കളവീൻ. ദൈവത്തിന്റെ ന്യായവിധിയുടെ കോപാഗ്നി വധിച്ചിട്ട് മനുഷ്യൻ ദുർവണ്ണം പിടിച്ച്, മനുഷ്യൻ ക്ഷാമം പിടിച്ച്, സമാധാനം നഷ്ടപ്പെട്ട്, മനുഷ്യർ പരസ്പരം കൊന്ന്, ഭൂമിയിലെ ജലാശയങ്ങൾ രക്തമായി തീർന്ന്, സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടുപോയി, നക്ഷത്രങ്ങൾ അത്തിക്കായ് പോലെ ഭൂമിയിൽ വീണ്, ഭൂമി ദൈവ ന്യായവിധിയാൽ വെട്ടി വിറയ്ക്കുമ്പോൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഓടുകയാണ്, ഞങ്ങളെ മൂടിക്കളവീൻ, ഞങ്ങളെ മൂടിക്കളവീൻ. ഓർത്തുകൊള്ളണമേ, ഭൂതലത്തിൽ അന്ന് ഒളിപ്പാൻ ഒരു സ്ഥലമുണ്ടായിരിക്കത്തില്ല. ഭൂതലത്തിൽ നമ്മെ സംരക്ഷിപ്പാൻ ആർക്കും സാധ്യമല്ല. വെളിപ്പാട് പുസ്തകം 6-15 വായിച്ചല്ലോ, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പറയുന്നു, മലകളോടും പാറകളോടും നിങ്ങൾ ഞങ്ങളെ മൂടിക്കളവീൻ. കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു. യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടിയ ദിവസം, യഹോവയുടെ ക്രോധം ഈ ഭൂമിയുടെ മേൽ ചൊരിഞ്ഞ ദിവസം. അന്ന് മനുഷ്യന്റെ വെള്ളിക്കോ പൊന്നിനോ ഒന്നും മനുഷ്യനെ സഹായിക്കാൻ ഒക്കുകയില്ല. പ്രവാചകൻ എസെക്കിയേൽ പറയുന്നല്ലോ, എസെക്കിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ പ്രവാചകൻ പറയുക, അന്നാളിൽ യഹോവയുടെ കോപ ദിവസത്തിങ്കൽ മനുഷ്യന്റെ വെള്ളിക്കോ പൊന്നിനോ ഒന്നും അവനെ സഹായിക്കാൻ ഒക്കുകയില്ല. വായിച്ചാൽ അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. ദൈവ ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഓടിയൊളിക്കുവാൻ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടായിരിക്കുകയില്ല. ലോകത്തിലെ വലിയ പാറക്കെട്ടുകളിലോ മലഞ്ചരിവുകളിലോ ഗുഹകളിലോ മനുഷ്യൻ നിർമ്മിച്ച മണിമന്ദിരത്തിലോ ഒരു മനുഷ്യനെ ഒളിച്ചിരിപ്പാൻ സാധ്യമല്ല. അതിലുപരി അവന്റെ വെള്ളിക്കും പൊന്നിനും അവനെ സഹായിപ്പാൻ സാധ്യമല്ല. ബാങ്ക് ബാലൻസ് കൊണ്ടോ നമ്മൾ കെട്ടിയുണ്ടാക്കിയ മണിമന്ദിരങ്ങൾ കൊണ്ടോ നമ്മൾ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന പൊന്നിനോ ഒന്നും നമ്മെ സഹായിക്കാൻ ഒക്കുകയില്ല. പ്രവാചകനായ എസെക്കിയേൽ പറയുന്ന ആ വാക്കുകളിൽ ഇങ്ങനെ നാം വായിക്കുന്നല്ലോ, യഹോവയുടെ കോപ ദിവസത്തിങ്കൽ പൊന്നിനും വെള്ളിക്കും അവരെ സഹായിപ്പാൻ സാധ്യമല്ല. വായിക്കാമോ? യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ, അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയും, യഹോവയുടെ ക്രോധ ദിനത്തിങ്കൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ സഹായിപ്പാൻ സാധ്യമല്ല. ഓർത്തുകൊള്ളണമേ, ഒളിക്കാതൊരിടമില്ല. സഹായം നൽകുവാൻ ആരാലും സാധ്യമല്ല. ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ ക്രോധദിനം ഭൂമിയുടെ മേൽ വന്ന് പതിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഓടി ഒളിക്കുവാൻ ഒരു സ്ഥലമില്ല. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സിംഹാസനങ്ങളെയും അവരുടെ അരമനകളെയും വിട്ടൊഴിഞ്ഞ് അവരോടി പോകുന്നത്, ഞങ്ങളെ മൂടിക്കളവീൻ, ഞങ്ങളെ മൂടിക്കളവീൻ. കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നിരിക്കുന്നു. അടുത്തതായി വായിച്ചല്ലോ, വെള്ളിക്കും പൊന്നിനും ഒന്നും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല.
സാധ്യമല്ല. എത്രമാത്രം പൊന്നുണ്ടെങ്കിലും താഴേക്കുള്ള വാക്കുകളിൽ പറയുന്നത് മനുഷ്യൻ വെറുക്കുന്ന മലമെന്ന വണ്ണം അവർ പൊന്നിനെ വീതികളിൽ എറിഞ്ഞു കളഞ്ഞു. മനുഷ്യൻ വെറുക്കുന്നതിനേറ്റവണ്ണം അവർ വെള്ളിയെ വീതികളിൽ എറിഞ്ഞു കളഞ്ഞു. മനുഷ്യന്റെ പൊന്നിനോ വെള്ളിക്കോ ഒരു കാലത്തും അവനെ യഹോവയുടെ കോപ ദിവസത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാധ്യമല്ല. കുഞ്ഞാടിന്റെ കോപ ദിവസം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ, രാജാക്കന്മാർ ഭയപ്പെടുമ്പോൾ, പ്രഭുക്കന്മാർ വ്യാകുലപ്പെടുമ്പോൾ, ദൈവ കോപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാം? യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നു. യഹോവ ക്രോധത്തോടെ ഭൂമിയെ ചവിട്ടുന്ന ദിനം വരുന്നു. യഹോവയുടെ കോപം ജ്വലിച്ച കോപത്തിന്റെ കലശം ഭൂമിയുടെ മേൽ പതിക്കുന്നു. ദൈവ ക്രോധത്തിന്റെ കാഹളം ഭൂമിയുടെ മേൽ ഊതിയിട്ട് ആകാശത്തിലെ നക്ഷത്രം ഭൂമിയിൽ വീണ, സൂര്യൻ ഇരുണ്ട, ഭൂമിയിലെ ജലാശയങ്ങൾ രക്തമായിത്തീരുന്നു. മനുഷ്യൻ ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം, മനുഷ്യന് സഹിച്ചു നിൽപ്പാൻ കഴിയാത്തവണ്ണം ശക്തമായ യാതനകൾ ഉണ്ടാകുന്നു. നമുക്ക് എങ്ങനെ ദൈവ ക്രോധത്തിൽ നിന്ന് രക്ഷ നേടാം? തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നല്ലോ, ദൈവ ക്രോധ ദിനത്തിങ്കൽ ഒരുവനെ രക്ഷിപ്പാൻ അവന്റെ വെള്ളിക്കും പൊന്നിനും സാധ്യമല്ല. ഓർത്തുകൊള്ളണമേ, വെള്ളിയും പൊന്നും ഒക്കെ ഇന്ന് വിലപ്പെട്ടതാണ്. പൊന്നു വളരെ വിലപ്പെട്ടത് സത്യം തന്നെ. അത് നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന വളരെ നിക്ഷേപമുള്ള അനേകരുണ്ട്. നമ്മൾ ഈ ഗുജറാത്ത് സൈഡിലൊക്കെ പോയാൽ അവിടുത്തെ മാർവാടികൾ, അവരുടെ കയ്യിൽ കിലോ കണക്കിനാണ് സ്വർണം ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ പോലെ കഴുത്തേലും കാതയിലും ഒന്നും കെട്ടിയിട്ട് കണക്കിയില്ലെങ്കിലും അവർ ബാങ്കുകളിൽ പണം അക്കൗണ്ട് ചെയ്യാറില്ല. പകരം അവർ വളരെയധികം പൊന്ന് സമ്പാദിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. പല രൂപത്തിലൊക്കെ ഉണ്ടാക്കി, ചേനയുടെയും കാച്ചിലിന്റെ ഒക്കെ രൂപത്തിൽ പൊന്നുകൾ ഉണ്ടാക്കി അവരിങ്ങനെ അറകളിൽ വെച്ച് വേറെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന പറയുന്നത്. എന്നാൽ ആ ദിനത്തിൽ മനുഷ്യന്റെ പൊന്നിനും വെള്ളിക്കും അവനെ സഹായിപ്പാൻ സാധ്യമല്ല. അവന്റെ മണിമന്ദിരങ്ങൾക്ക് അവനെ മറപ്പാൻ സാധ്യമല്ല. രാജാക്കന്മാരും പ്രമുഖന്മാരും ധനവാന്മാരും ദരിദ്രന്മാരും ഒരുപോലെ ഓടിച്ചെന്നിട്ട് പറയുന്നു, ഞങ്ങളെ മൂടുവീൻ, ഞങ്ങൾ കൊളിപ്പാൻ ഇടമില്ലോ. ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രക്ഷ നേടാം? എങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാം? കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്, വഴിയിൽ വെച്ച് അവന്റെ കോപം നിന്റെ മേൽ തട്ടി നശിക്കാതിരിപ്പാൻ യേശു എന്ന വീണ്ടെടുപ്പുകാരനെ ചുംബിപ്പീൻ. എന്നാൽ ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ നമുക്ക് ഒളിച്ചിരിപ്പാൻ പ്രവാചകനായ സെഫന്യാവിന്റെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. സെഫന്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പ്രവാചകനായ സെഫന്യാവ് പറയുന്ന വാക്കുകൾ വായിച്ചാട്ട്, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, ദൈവത്തെ അന്വേഷിപ്പീൻ, നീതിയെ അന്വേഷിപ്പീൻ, സൗമ്യതയെ അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിനത്തിങ്കൽ നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാം. ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ ഒരുവൻ എങ്ങനെ ഒഴിഞ്ഞു പോകാം? അവൻ എവിടെ പോയി ഒളിക്കും? രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അവർക്ക് ഒളിപ്പാൻ ഇടമില്ലെങ്കിൽ ദരിദ്രന്റെ അവസ്ഥ എത്ര ക്ഷീണമായിരിക്കും. അവന്റെ പൊന്നിനോ വെള്ളിക്കോ അവനെ സഹായിപ്പാൻ ഒരു നാളും സാധ്യമല്ല. എങ്ങനെ നമുക്ക് രക്ഷ നേടാം? പ്രവാചകനായ സെഫന്യാവ് പറയുന്ന വാക്കുകളെ ശ്രദ്ധിപ്പീൻ. നീ ഒന്നുകൂടെ വായിച്ചാൽ, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ. മക്കളെ ശ്രദ്ധിക്കുക, ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിച്ചിട്ട് ഭൂമി ദൈവ ന്യായവിധിയാൽ വെന്തെറിയുമ്പോൾ, ഭൂമിയുടെ മേൽ പതിക്കുന്ന ദൈവ ക്രോധാഗ്നിയാൽ മനുഷ്യൻ പാവികൾ വ്യാകുലപ്പെട്ടോടുമ്പോൾ ഒരു ഭക്തൻ ഒളിപ്പാനിടമുണ്ട്. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ദൈവത്തെ അന്വേഷിപ്പീൻ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. അവന്റെ യാത്ര മുകളിലേക്കാണ്. അവൻ കീഴെ പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ. സത്യദൈവത്തെ അന്വേഷിച്ച് അവനെ നിങ്ങൾ കണ്ടെത്തുവീൻ. വീണ്ടും വായിക്കുന്നത്, നീതിയെ അന്വേഷിപ്പീൻ. എന്താണ് നീതി? ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷേ നീതീകരിക്കപ്പെട്ടവർ അസംഖ്യമാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ നാം നീതിയെ പ്രാപിക്കുവീൻ. നീതിയെ പ്രാപിക്കുകയും നീതി നിവർത്തിക്കുകയും നീതിയെ പിന്തുടരുകയും ചെയ്യുവീൻ. പ്രവാചകനായ യെശയ്യാവ് പറയുന്നൊരു വാക്കുണ്ടല്ലോ, യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ വരുമ്പോൾ, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന്
വന്ന നിന്റെ അറകളിൽ കടന്ന വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകും. ആരോടായി പറയുന്നറിയാമോ? ഭൂമിയിൽ സൗമ്യത അന്വേഷിച്ച, ദൈവത്തെ അന്വേഷിച്ച, നീതി അന്വേഷിച്ച, നീതി നിവർത്തിച്ച്, നീതി പ്രവർത്തിച്ച്, നീതീകരിക്കപ്പെട്ട് മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് പറയുന്ന വാക്കുകൾ വായിച്ചാട്ട്. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അടുത്തത്, യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്നിതാ വരുന്നു. യഹോവയുടെ കോപ ദിവസം വരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിനത്തിങ്കൽ ഓടി ഒളിപ്പാൻ ഒരിടവും സഹായിപ്പാൻ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. ആ കോപ ദിനത്തിങ്കൽ ദൈവഭക്തന്മാർ ദൈവത്തിൽ വിശ്രമിക്കുന്നു. പ്രവാചകനായ യെശയ്യാ പറയുന്നു, എന്റെ ജനമേ വന്ന നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക. ക്രോധം ഒഴിഞ്ഞു പോകോളം അല്പകാലം നീ ഒളിച്ചിരിക്കുക. ദൈവ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ അതിൽ നൊഴിഞ്ഞു പോകുവാൻ ഒന്നാമതായി നമ്മുടെ ആയുസ്സിൽ സത്യ ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിപ്പീനെന്നാൽ നിങ്ങൾ കണ്ടെത്തും. വീണ്ടും തിരുവെഴുത്ത് പറഞ്ഞു, നീതിയെ അന്വേഷിക്കുക, സൗമ്യത അന്വേഷിക്കുക. എങ്ങനെയെങ്കിൽ ദൈവ ക്രോധ ദിനത്തിങ്കൽ നിങ്ങൾ കൊഴിഞ്ഞു പോകാം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്, അവൻ വഴിയിൽ വെച്ച് കോപിച്ചിട്ട് നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ ചുംബിച്ച് ദൈവ സമാധാനം പ്രാപിപ്പീൻ. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്ത് ദൈവ ക്രോധാഗ്നിയിൽ നിന്ന്, യഹോവയുടെ കോപ ദിവസത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തെ അന്വേഷിപ്പാനാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ അന്വേഷിച്ച് യാത്ര തിരിച്ച പലരുമുണ്ട്. അവരൊക്കെയും ദൈവത്തെ കണ്ടെത്തി. പരമാർത്ഥതയോടെ സത്യദൈവത്തെ നീ അന്വേഷിച്ചാൽ സത്യദൈവത്തെ നീ കണ്ടെത്തും. അടുത്തതായി പറഞ്ഞു, നീതിയെ അന്വേഷിപ്പീൻ. തിരുവെഴുത്ത് പറയുന്നല്ല, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിനക്ക് ലഭിക്കും. നീതിമാനായി ജനിച്ചവരാരുമില്ലെങ്കിലും നീതീകരിക്കപ്പെട്ടു മരിച്ചവർ അസംഖ്യമാണ്. എങ്ങനെ ഒരു മനുഷ്യന് നീതിമാനായി തീരാം? അക്ഷര്യമായ നന്മ കൊടുത്തോ, അക്ഷര്യമായ ഒരു ആരാധന നടത്തിയോ ഒരു മനുഷ്യന് നീതിമാനാകാൻ സാധ്യമല്ല. പിന്നെയോ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം അതവന് നീതിയായി കണക്കിട്ട് അവനെ നീതിമാനാക്കി തീർക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ യേശുള്ള വിശ്വാസത്താൽ നമുക്ക് നീതി പ്രാപിക്കാം. നീതി വിശ്വാസത്താൽ പ്രാപിച്ചവർ അടുത്തതായി നീതി നിവർത്തിപ്പാൻ തിരുവെഴുത്ത് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു യെരൂശലേമിൽ നിന്ന് യാത്ര ചെയ്ത് യോർദാനിലേക്ക് പോയി. അന്നത്തെ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേൽപ്പാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. യേശു പറയുന്നു, യോഹന്നാനെ അങ്ങനെയല്ല, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നമുക്ക് നിവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വിശ്വാസത്താൽ യേശുവിന്റെ കാൽവറിയെ വിശ്വസിച്ച് ദൈവനീതിയെ പ്രാപിക്കുക. രണ്ട്, ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്നാനമെടുത്ത് ദൈവനീതിയെ നിവർത്തിക്കുക. വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതി, അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നു. ആകയാൽ വിശ്വാസത്താൽ നീതി പ്രാപിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവനീതിയെ നമുക്ക് നിവർത്തിക്കാം. മാത്രമല്ല, തുടർന്ന് നീതിയെ പിന്തുടരാൻ പറയുന്നു. കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിച്ച വിശ്വാസത്താൽ പ്രാപിച്ച നീതിയും ജലസ്നാനത്താൽ നാം നേടിയെടുത്ത നീതീകരണവും മാത്രമല്ല, അതിലുപരിയായി നമ്മുടെ കാലടികൾ നീതിയെ പിന്തുടർന്ന് നാം നീതിയെ പ്രവർത്തിക്കണം. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുക. രണ്ട്, നീതി പ്രാപിക്കുക, നീതി നിവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, നീതിയെ പിന്തുടരുക. ഏറ്റവും ഒടുവിലായി പറഞ്ഞു, സൗമ്യത അന്വേഷിക്കുക. ആരാണ് ഈ സൗമ്യത? യേശു പറയുന്നു, ഞാൻ സൗമ്യതയും
താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കുക. ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന കാലം അടുത്തുപോയി. ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയമായി ലോകം ഇന്ന് ഏറ്റവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ പരസ്പരം കൊന്ന് മൃഗതുല്യരായി നശിക്കുന്നു. ലോകത്തിൽ യേശുവിന്റെ വാക്കുകൾ ഒന്നൊന്നായി നിറവേറുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നു. ഇസ്രായേൽ സ്വദേശത്തേക്ക് വരുന്നു. തകർന്ന സാമ്രാജ്യങ്ങളുടെ മുന്നോടിയായി ഈ രാജ്യങ്ങൾ സംയോജിക്കുന്നു. എല്ലാറ്റിന്റെയും അവസാനം വന്നെത്തി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ ഒളിപ്പാനൊരിടമില്ല, സഹായിപ്പാൻ മറ്റാരുമില്ല. അന്ന് അവരുടെ പൊന്നും വെള്ളിയും വീതികളിൽ എറിഞ്ഞു കളയും. ആർക്കും പൊന്നിനും വെള്ളിക്കും അവരെ സഹായിപ്പാൻ സാധ്യമല്ല. അതിലുപരി അവർക്ക് ഒളിപ്പാൻ ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ അതിൽ നോടി ഒളിക്കുവാൻ ഈ ഭൂമണ്ഡലത്തിൽ ഒരു ഇടമില്ല. ആകയാൽ ദൈവ ക്രോധാഗ്നിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നമുക്ക് നമ്മുടെ ദൈവത്തെ അന്വേഷിക്കാം. നമുക്ക് നീതിയെ അന്വേഷിക്കാം, നീതിയെ നിവർത്തിക്കാം, വിശുദ്ധിയോട് നമുക്ക് ജീവിക്കാം, സൗമ്യനായ യേശുവിനെ അനുഗമിക്കാം. ക്രിസ്തു ആവുന്ന തലയോളം സകലത്തിലും വളർന്ന് ആ പൂർണ്ണത പ്രാപിക്കുവോ നമുക്ക് വിശുദ്ധിയുടെ ഉപദേശത്തിലേക്ക് വരാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. പ്രകൃതി വളരെ കഷ്ടമായിരിക്കുന്നു, പലവിധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവയുടെ കോപം വഴിയിൽ വെച്ച് തട്ടി നീ നശിച്ചു പോകാതിരിപ്പാൻ രക്ഷകനായ യേശുവിനെ ചുംബിക്കുക. ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ വന്ന് തട്ടി ലോകജാതികൾ ഭ്രമിച്ച് നശിച്ചു പോകുമ്പോൾ നീ ഓടി നിനക്ക് വേണ്ടി ഒരുക്കിയ സങ്കേതത്തിൽ വിശ്രമിപ്പാൻ ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക. യഹോവയുടെ കോപം ഒഴിഞ്ഞു പോകുവോളോ നിങ്ങൾ അവിടെ ഒളിച്ചിരിക്കുക. ആകയാൽ നീതിയായ ദൈവത്തെ അന്വേഷിച്ച് സൗമ്യതയായ കർത്താവിനെ അന്വേഷിച്ച് തലയാകുന്ന ക്രിസ്തുവിനോളം വളർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ അനുഗമിക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. തുടക്കം തുടങ്ങിയ സാത്താൻ ശക്തിയോടെ യുദ്ധം ചെയ്തുവെങ്കിലും ഒരു കാലത്തും പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ദൈവസഭയും സകല മുഴങ്കാലും മടങ്ങുന്ന ദൈവനാമവുമാകിയോ ശത്രുവിന് ഒരു കാലത്തും അവന്റെ ആയുധം നമ്മുടെ മധ്യേ പ്രവർത്തിപ്പാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവ ക്രോധാദിയിൽ ഓടി രക്ഷ നേടുവീൻ. വഴിയിൽ വെച്ച് അവൻ കോപിച്ചിട്ട് നമ്മുടെ പാപത്താൽ നമ്മുടെ ക്രിയകളാൽ അവന്റെ കോപം നമ്മുടെ മേൽ തട്ടി വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ രക്ഷകനായ യേശുവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. ദൈവ ക്രോധാദി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ, ഭയങ്കരമായ ന്യായവിധിയുടെ കലശങ്ങൾ ഭൂമിയുടെ മേൽ ഒഴിക്കുമ്പോൾ, കോപാഗ്നിയുടെ കാഹളങ്ങൾ ദൂതന്മാർ ഊതുമ്പോൾ, കോപത്തിന്റെ ഓരോ മുദ്രകൾ പൊട്ടിച്ച ദൈവ ന്യായവിധി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഓടി ഒളിക്കുവാൻ ഒരു സങ്കേത നഗരമുണ്ട്. അത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിവാസമാണ്. നമ്മുടെ യേശു വേഗം വരും. അവന്റെ വിശുദ്ധന്മാർ എടുക്കപ്പെടും. ദൈവസഭ ഭൂമിയിൽ നെടുക്കപ്പെട്ടാൽ ഈ ലോകം ഇരുണ്ടുപോകും. വിശുദ്ധന്മാർ ഭൂമിയിൽ നെടുക്കപ്പെട്ടാൽ പാപികളായ ചെന്നായ്ക്കളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞു കവിയോ. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് രാത്രി രക്ഷകന്റെ പാദപീഠത്തിൽ പോകാം. ആ നീതിയെ നമുക്ക് അന്വേഷിക്കാം, നീതിയെ നമുക്ക് നിവർത്തിക്കാം, നീതിയെ നമുക്ക് പിന്തുടരാം. ശേഷിക്കുന്ന ആയുസ്സൊക്കെയും നമുക്ക് നീതിയെ പ്രവർത്തിക്കാം. അതിലുപരിയായി സൗമ്യനായ ക്രിസ്തുവിന്റെ തലയാകുന്ന പൂർണ്ണതയോളം വളരുവാൻ നമുക്ക് വിശുദ്ധന്മാരെ അനുകരിക്കാം. കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ശക്തിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ആവരിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ സൈന്യമാക്കി നിർത്തിയത് പരിശുദ്ധാത്മാവാണ്. പാഴ്ശൂന്യമായ ഭൂമിയെ ഉദ്ധരിച്ചെടുത്ത് ദൈവ പറുദീസ രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. പൗലോസും സീലാസും ബന്ധിതനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ ബന്ധനങ്ങളെ അഴിച്ചത്
പരിശുദ്ധാത്മാവാണ്. കാഹളം ധരിക്കുന്ന ദിനത്തിൽ മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആകയാൽ ആത്മാവിനെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം എല്ലാവരും കർത്താവിന്റെ കാൽവറിയെ ധ്യാനിച്ചാട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാം. ഈ തടസ്സങ്ങളൊന്നും നമ്മൾ പ്രതികൂലമായി കാണരുതേ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. അവൻ ഒന്നുമില്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തിയവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ രാജാതിരാജാവാണ്. അവൻ കർത്താതികർത്താവാണ്. അവൻ സകലത്തിന്റെയും സൃഷ്ടികർത്താവായ ദൈവമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഘോരമായൊരു നാളുണ്ട്, ഭീകരമാത് വന്നിടും. ആരവീടിൽ നിൽക്കും ദുഷ്ടർ വേരുകൊണ്ടോടിരിയുമ്പോൾ, ആരവീടിൽ നിൽക്കും ദുഷ്ടർ വേരുകൊണ്ടോടിരിയുമ്പോൾ, ദൈവക്രോധം നിത്യതയിൽ വീഴരുതേ, നിത്യതയിൽ വീഴരുതേ. ഇന്ന രാത്രികാലം വാസ്തവമായി കർത്താവ് തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യമായിരിക്കുന്ന നല്ല വചനങ്ങളെ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ കേൾപ്പിച്ചു. ഒരു വലിയ കോപത്തെ നേരിടുവാൻ മുഴുഭൂമിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പായി
ദൈവവചനപ്രകാരം വിടുതൽ പ്രാപിപ്പാൻ, യഥാർത്ഥ സത്യവചനങ്ങളെ അറിയുവാൻ, യഥാർത്ഥ രക്ഷ പ്രാപിപ്പാൻ, മുഴുകൽ സ്നാനമെടുക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധ കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കാൻ, ലോകമാലിന്യങ്ങളെ വെറുത്ത് വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കുന്നു. ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അത് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ദൈവം നമ്മളോട് കൃപ കാണിച്ചിരിക്കുകയാണ്. ഈ ദേശത്ത്, ഈ പന്തലിൻ കീഴില്, ചുറ്റുപാടുകളില്, ഭവനങ്ങളില് ഈ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കേട്ട വചനപ്രകാരം അവർ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്രാപിപ്പാനിടയാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാം. എല്ലാ കോപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ബാധയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ, സൂക്ഷിക്കപ്പെടുവാൻ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാം. കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക, എങ്കിലേക്ക് അടുത്തു വന്നുകൊള്ളുക. ഒരു കോടി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവനെ ചേർക്കുവാൻ അവന് മനസ്സാണ്. അവങ്കിലേക്ക് അടുത്തു വരുന്നവരെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കാൻ കർത്താവ് ശക്തനാണ്. മാത്രമല്ല, ഈ മുഴുഭൂമിയും തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു നാൾ ഈ ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. എന്നാൽ അതിനു മുമ്പായി തന്റെ ജനത്തെ കർത്താവ് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ചേർക്കുവാൻ വീണ്ടും വരാൻ പോകുകയാണ്. നമുക്ക് ഒരുങ്ങി നിൽക്കാം. ആത്മാവിൽ നാം ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടവരായി കർത്താവിനെ എതിരേൽക്കാൻ കാത്തു നിൽക്കാം. കർത്താവ് വീണ്ടും വന്ന് നമ്മെ തന്റെ നിത്യഭവനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ശാപമില്ല, അവിടെ ദോഷമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ ഒരു ബാധയുമില്ല. എന്നേക്കും സന്തോഷം, സമാധാനം, നിത്യാനന്ദം പ്രാപിക്കുവാൻ നമുക്ക് കർത്താവിനായി കാത്തിരിക്കാം. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഈ വചനങ്ങളാൽ എല്ലാവർക്കും ഇടയാകട്ടെ. ദേശത്തുനിന്ന് അനേകരെയും ഒരുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.